ബഡ്ജറ്റ് ഈ വർഷത്തെ ബഡ്ജറ്റുള്ളത് പട്ടികജാതി പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റിൽ പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക മതന്യൂനപക്ഷ ജനറൽ വിഭാഗങ്ങളുടെ ബഡ്ജറ്റിൽ സബ് മേജർ ഹെഡ് 2 പട്ടികവർഗ വിഭാഗത്തിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത്. അതിൽ ആദ്യമേ നമ്മൾ പറഞ്ഞത് എത്ര രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഭരണവും നടത്തിപ്പിനും വേണ്ടി 14 കോടി രൂപ പ്ലാൻ ഫണ്ടിലും 21 കോടി രൂപ നോൺ പ്ലാൻ ഫണ്ടിലും വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ 14 കോടി രൂപ പ്ലാൻ ഫണ്ടിലും നോൺ പ്ലാൻ ഫണ്ടിൽ 21 കോടി രൂപയും വകയിരുത്തി. സാമ്പത്തിക വികസനത്തിന് ഗോപിച്ചേട്ടൻ വരുന്നതേ ഉള്ളൂ. പട്ടികവർഗ വിഭാഗത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് 150 കോടി രൂപ പ്ലാൻ ഫണ്ടിലും നോൺ പ്ലാൻ ഫണ്ടിൽ കേവലം 6000 രൂപയും വകയിരുത്തി. അപ്പോൾ ഈ വർഷത്തെ പട്ടികവർഗ ഫണ്ടിൻ്റെ വികസനത്തിന് വേണ്ടി 150 കോടി രൂപയാണ് നിലവിലുള്ളത്. ഗോപിച്ചേട്ടന് മനസ്സിലായി കാണും. ഇത് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. പട്ടികവർഗ ബഡ്ജറ്റിൽ ഈ വർഷം സാമ്പത്തിക വികസനത്തിന് വേണ്ടി 150 കോടി 50,38,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ചെലവാക്കിയതല്ല, വകയിരുത്തിയിട്ടുള്ളത്. ഓക്കെ. കോർപ്പറേഷനുകളിൽ ആകെ 4 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 6 കോർപ്പറേഷനുകൾ. 6 കോർപ്പറേഷനുകളും കൂടി എത്രയാണ്? 4 ലക്ഷം രൂപയാണ് പട്ടികവർഗ വിഭാഗത്തിൻ്റെ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേഷനിൽ പട്ടികവർഗക്കാർ കുറവായിരിക്കും. ഇത് തന്നെ നമ്മൾ 2015 ബഡ്ജറ്റ് പഠനം നടത്തിയപ്പോൾ കോർപ്പറേഷനിൽ പട്ടികവർഗക്കാർക്ക് ബഡ്ജറ്റ് ഇല്ലായിരുന്നു. അന്ന് കേരള ഉള്ളാട മഹാസഭ പോലെയുള്ള പ്രസ്ഥാനങ്ങളോട് പട്ടികവർഗക്കാർക്ക് ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് UDFൻ്റെ ഭരണകാലത്ത് അവർ UDFിൽ സമ്മർദ്ദം ചെലുത്തിയതിന് ശേഷമാണ് പട്ടികവർഗക്കാർക്ക് കോർപ്പറേഷൻ ബഡ്ജറ്റ് വീതം അനുവദിച്ചത് പോലും. അങ്ങനെ ഒരു ചരിത്രവും കൂടി ഉണ്ടതിന് കേട്ടോ. അടുത്തത് പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റിയിൽ പട്ടികവർഗക്കാർക്ക് വിഹിതം നീക്കി വെച്ചിട്ടില്ല കേട്ടോ. ജില്ലാ പഞ്ചായത്തുകൾക്ക് വിഹിതമില്ല, ബ്ലോക്ക് പഞ്ചായത്തിലും വിഹിതമില്ല, പഞ്ചായത്തിൽ മാത്രമേ വിഹിതമുള്ളൂ. പട്ടികവർഗ മേഖലയിൽ നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആരും പട്ടികവർഗക്കാർക്കുള്ള വിഹിതം മുനിസിപ്പാലിറ്റി തലത്തിലോ ജില്ലാ പഞ്ചായത്ത് തലത്തിലോ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലോ നിലവിൽ ബഡ്ജറ്റിൽ കാണുന്നില്ല. അതിനെക്കുറിച്ചൊരു വിഷയവും ഉന്നയിച്ചിട്ടില്ല. പട്ടികവർഗ വിഭാഗം ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. ഓക്കെ. വില്ലേജ് പഞ്ചായത്തുകളിൽ 41,16,000 രൂപയാണ് പട്ടികവർഗ വിഭാഗത്തിന് നീക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ആരെങ്കിലും ചെന്ന് ഈ പണമുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ അവരെന്തോ പറയും? പൈസ ഇല്ല എന്ന് പറയും. പക്ഷേ ഈ 41 ലക്ഷം രൂപ അവർ ചിലവാക്കുകയും ചെയ്യും. അത് വിദ്യാഭ്യാസ ധനസഹായമായിട്ട് 197 കോടി രൂപ പട്ടികവർഗത്തിന് പ്ലാൻ ഫണ്ടിൽ നോക്കി വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ധനസഹായം എഴുതി വെക്കുന്നവർ എഴുതി വെക്കണം. വിദ്യാഭ്യാസ ധനസഹായം 197 കോടി 53 ലക്ഷം രൂപ പ്ലാൻ ഫണ്ടിൽ. നോൺ പ്ലാൻ ഫണ്ടിൽ 197 കോടി രൂപ. അത് പ്ലാൻ ഫണ്ടിൽ വിദ്യാഭ്യാസം. 63 കോടി 83 ലക്ഷം രൂപ നോൺ പ്ലാൻ ഫണ്ടിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ.
ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പട്ടിക